നമസ്കാരം. തെന്നല ലൈവ് ന്യൂസിലേക്ക് ഏവർക്കും സ്വാഗതം. മലപ്പുറം ജില്ലാ പഞ്ചായത്തിലേക്ക് നന്നമ്പർ ഡിവിഷനിൽ നിന്നും മത്സരിക്കുന്ന UDFന്റെ സാരഥി യാസ്മിൻ അരിമ്പ്രയുടെ തെന്നലയിലെ തെരഞ്ഞെടുപ്പ് പര്യടനം ഇന്ന് സമാപിച്ചു. മലപ്പുറം ജില്ലാ പഞ്ചായത്തിലേക്ക് നന്നമ്പർ ഡിവിഷനിൽ നിന്നും UDFന്റെ സാരഥിയായി മത്സരിക്കുന്ന അരിമ്പ്ര യാസ്മിന്റെ തെന്നലയിലെ തെരഞ്ഞെടുപ്പ് പര്യടന പരിപാടി ഇന്ന് സമാപിച്ചു. ഇന്നു രാവിലെ അപ്പള വെസ്റ്റിൽ നിന്നും ആരംഭിച്ച പരിപാടി 15ഓളം സ്വീകരണ കേന്ദ്രങ്ങളിൽ സ്വീകരണങ്ങൾ ഏറ്റുവാങ്ങി പൂക്കിപ്പറമ്പിൽ സമാപിച്ചു. സമാപന സമ്മേളനം MSF സംസ്ഥാന പ്രസിഡന്റ് PK നവാസ് ഉദ്ഘാടനം ചെയ്തു. ചടങ്ങിൽ ഷംസുദ്ദീൻ പൂക്കിപ്പറമ്പ്, ഷെരീഫ് വടക്കേൽ, നാസർ കെ തെന്നല, മുഹമ്മദ്, അയ്യൂബ് കള്ളിയത്ത്, നാസർ, മുഹമ്മദ് കുട്ടി, തെന്നല, ലീഗ് മോൻ, ഇഷാഖ് പൂണ്ടോളി, ജഹാൻ ഷാ, ഷിഹാബ് മാതോളി തുടങ്ങിയവർ സംബന്ധിച്ചു. ഒരു മുഖ്യമന്ത്രിയെ താഴെയിറക്കാൻ 2 സമരങ്ങളിൽ നേതൃത്വം കൊടുത്തു. ബാർക്കോഴ കേസ് അത് ഒന്നുമല്ലെന്ന് നിങ്ങളുടെ നേതാവ് തന്നെ പറഞ്ഞു. രണ്ടാമത് സോളാർ വിവാദം. ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, കണ്ണൂർ ജില്ലയിൽ വെച്ച് പ്രിയപ്പെട്ട മുൻ മുഖ്യമന്ത്രി ശ്രീമാൻ ഉമ്മൻചാണ്ടിയെ കല്ലെറിഞ്ഞ് അദ്ദേഹത്തിന്റെ നെറ്റിക്ക് പരിക്ക് പറ്റി ആശുപത്രി കിടക്കയിൽ കടന്ന് തിരിച്ച് 4 ദിവസം കഴിഞ്ഞ് ഈ മലപ്പുറത്തിന്റെ ഗ്രൗണ്ടിലേക്ക് വന്നിട്ട് ജനസമ്പർക്ക പരിപാടി നടത്തുമ്പോ അവിടെ പത്രക്കാർ ചോദിക്കുന്ന ചോദ്യമുണ്ട്, നിങ്ങളെ കല്ലെറിഞ്ഞ ചെറുപ്പക്കാരൻ കാണണമെന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ, കല്ലെറിഞ്ഞ ഡിവൈഎഫ്ഐയുടെ ചെറുപ്പക്കാരൻ കാണണമെന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. ആ പ്രിയപ്പെട്ട മുഖ്യമന്ത്രി പറഞ്ഞത് അത് അദ്ദേഹത്തിന്റെ വികാരം കൊണ്ട് ചെയ്തതാ. ഞാൻ അതൊക്കെ പുറത്തു കൊടുത്തിട്ടുണ്ട്. ഒരു മുഖ്യമന്ത്രിയുടെ വർത്തമാന അദ്ദേഹം പിന്നെ ഗസ്റ്റ് ഹൗസ്, ആലപ്പുഴ ഗസ്റ്റ് ഹൗസിലോ മറ്റോ വന്ന് മുഖ്യമന്ത്രിയെ കണ്ടത് നമുക്കെല്ലാവർക്കും ഓർമ്മയുണ്ട്. ഞാൻ പറഞ്ഞു വന്നത് ആ സോളാർ കേസിനെ കുറിച്ച് അതിന് നേതൃത്വം കൊടുത്തിരുന്ന ഗണേഷ് കുമാറിന്റെ കുടുംബത്തിൽപ്പെട്ട ഒരു അംഗം. സംസ്ഥാനത്ത് ഇന്ധനവില വീണ്ടും കൂട്ടി. പെട്രോളിന് 27 പൈസയും ഡീസലിന് 31 പൈസയുമാണ് കൂട്ടിയിരിക്കുന്നത്. 2 വർഷത്തെ ഏറ്റവും ഉയർന്ന നിരക്കിലാണ് ഇന്ധനവില. നവംബർ 20 ശേഷം പെട്രോൾ ലിറ്ററിന് 2.40 രൂപയും ഡീസലിന് 3.36 രൂപയുമാണ് കൂടിയത്. ജനവിധി 2020. ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിന് ഇനി വിരലിലുണ്ടാവുന്ന ദിനങ്ങൾ മാത്രം. കുട്ടികളും യുവാക്കളും മുതിർന്നവരും തെരഞ്ഞെടുപ്പ് പ്രചരണ വേളയിൽ സജീവമാണ്. തെന്നലയിലെ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾ ഊർജിതമാക്കാൻ ഒരുങ്ങിയിരിക്കുകയാണ് രാഷ്ട്രീയ മുന്നണികൾ. തെന്നല പഞ്ചായത്ത് 16-ാം വാർഡിൽ നിന്നും തെന്നല ലൈവ് പകർത്തിയ തെരഞ്ഞെടുപ്പ് വിശേഷങ്ങൾ കാണാം. നമസ്കാരം. തെന്നല ലൈവ് ന്യൂസിന്റെ ജനവിധി 2020 ഇപ്പോൾ എത്തിച്ചേർന്നിട്ടുള്ളത് തെന്നല പഞ്ചായത്ത് 16-ാം വാർഡിലാണ്. ഇവിടെ നമ്മോടൊപ്പം ഒരു പറ്റം യുവാക്കളും ചെറുപ്പക്കാരും വിശേഷങ്ങൾ പങ്കുവെക്കുന്നതിന് വേണ്ടിയുണ്ട്. അവരുടെ വിശേഷങ്ങൾ ചോദിക്കാം. നമസ്കാരം. എന്താണ് പേര്? റൌഫ്. എവിടെ എത്തി പ്രചരണ കാര്യങ്ങൾക്ക്? അവസാന ഘട്ടത്തിലേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണ്. 16-ാം വാർഡിന്റെ UDF പ്രവർത്തകരുടെ വളരെ ആവേശജലമായിട്ടുള്ള ഒരു പ്രവർത്തനമാണ് ഈ സ്ക്വാഡിലൂടെ നമുക്ക് കാണാൻ സാധിക്കുന്നത്. വാർഡിന്റെ എല്ലാ ഏരിയയിലും ചെറുപ്പക്കാരായിട്ടുള്ള പുതിയ വോട്ടർമാർ അവരുടെ സാന്നിധ്യം അറിയിച്ചു കഴിഞ്ഞു. എല്ലാ വീടിനകത്തു നിന്നും വളരെ നല്ല സപ്പോർട്ടാണ് ഞങ്ങൾക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ വർഷങ്ങളിൽ ഞങ്ങൾ ഇവിടെ ചെയ്തിട്ടുള്ള വികസന പ്രവർത്തനങ്ങൾ മുൻനിർത്തിയാണ് ഞങ്ങൾ വോട്ട് ചോദിക്കുന്നത്. ഇത്രയൊക്കെ തന്നെയാണ് 16-ാം വാർഡിൽ നിന്നും ഈ സ്ക്വാഡുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്. ഇപ്പോൾ കൊറോണ സാഹചര്യത്തിലൂടെയുള്ള പ്രചരണമാണല്ലോ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അത് കഴിഞ്ഞ വർഷത്തെ പോലുള്ള ഒരു പ്രചരണം പ്രാവശ്യം സാധ്യമല്ല. അത് എത്രത്തോളം ബാധിക്കുന്നുണ്ട്? അതായത് ഗവൺമെന്റിന്റെ നിർദ്ദേശമുണ്ടെങ്കിൽ കൂടി നമ്മൾ ആ പ്രോട്ടോകോളൊക്കെ പാലിച്ചുകൊണ്ട് തന്നെയാണ് നമ്മളിപ്പോൾ പ്രചരണം നടത്തുന്നത്. പിന്നെ കൊറോണ ഉള്ളത് കൊണ്ട് പ്രചരണത്തെ അത് ബാധിക്കുന്നില്ല എന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്നത്. കാരണം സോഷ്യൽ മീഡിയകളിലും അതുപോലെ തന്നെ മറ്റുള്ള പ്രചരണങ്ങളൊക്കെ നമ്മൾ ചെയ്യുന്നുണ്ട്. നല്ല സപ്പോർട്ടുമാണ് ജനങ്ങളുടെ ഭാഗത്തുനിന്ന് കിട്ടുന്നത്. പൂർണ്ണ ആത്മവിശ്വാസത്തിലാണ് നമ്മുടെ പ്രവർത്തകരൊക്കെ. മാത്രവുമല്ല 16-ാം വാർഡിൽ ഒട്ടേറെ വികസന പദ്ധതികൾ കഴിഞ്ഞ വർഷം നമ്മൾ ആവിഷ്കരിച്ച് നടപ്പിലാക്കിയിട്ടുണ്ട്. അതിൻ്റെ ഒരു റിസൾട്ട് എന്നുള്ളതോണം 100% ജനങ്ങൾ നമ്മോടൊപ്പമാണെന്നുള്ള ആത്മവിശ്വാസത്തിൽ തന്നെയാണ്. ഓക്കെ. UDF മുന്നണി സംവിധാനം തെന്നല പഞ്ചായത്തിലെ ഈ തെരഞ്ഞെടുപ്പിന് എത്രത്തോളം ഗുണം ചെയ്യും? തെന്നല പഞ്ചായത്തിൽ അതെ ഒന്നുമില്ല. അതായത് 16-ാം വാർഡിനെ സംബന്ധിച്ചിടത്തോളം ഒരു വികസന വിരോധിയാണ് നമ്മുടെ എതിർ സ്ഥാനാർത്ഥിയായിട്ട് നിൽക്കുന്നത്. എല്ലാവർക്കും പരിചിതനാവും നമ്മളെ സഖാവ് മുഹമ്മദ് കുട്ടി. എല്ലാ വികസന കാര്യങ്ങൾക്കും വെള്ളമായാലും വീടായാലും അതുപോലെ തന്നെ റോഡായാലും എല്ലാ വിഷയത്തിലും ഒരു മുടക്ക് നിന്ന ഒരു സ്ഥാനാർത്ഥിയാണ് ഈ സഖാവ് മുഹമ്മദ് കുട്ടി. അദ്ദേഹം ഈ വാർഡിൽ ഒരു കാരണവശാലും വിജയിക്കാൻ പാടില്ല. ഏതൊരു പ്രവർത്തകരും ഞങ്ങൾ 16-ാം വാർഡിൽ നാളെ സ്കൂട്ടിന് ഇറങ്ങണം എന്ന് പറഞ്ഞ് നമ്മൾ സമീപിക്കുമ്പോൾ നമ്മളിതിലേറെ ആവേശകരമായിട്ടാണ് പ്രവർത്തകർ നമ്മളുടെ മുന്നിലേക്ക് വരേണ്ടത്. ഞാനും ഉണ്ടാകും നാളെ സ്ക്വാഡ് വർക്കിന് ഇറങ്ങാൻ. കാരണം മാത്രം ഒന്നുമല്ല, സഖാവ് മുഹമ്മദ് കുട്ടിയെ
16-ാം വാർഡിൽ ബഹുഭൂരിപക്ഷത്തിനെ തോൽപ്പിക്കുക എന്നുള്ള ലക്ഷ്യത്തോട് കൂടിയിട്ടാണ് ഇന്ന് UDF-ന്റെയും MSF-ന്റെയും യൂത്ത് ലീഗിന്റെ എല്ലാ പ്രവർത്തകരും ഇവിടെ ഒരുമിച്ച് കൂടിയിട്ടുള്ളത്. വളരെ നല്ലൊരു വിജയം ഈ വാർഡിൽ ഉണ്ടാകുമെന്ന് പ്രവർത്തകർ വളരെ ആവേശത്തോടു കൂടി നോക്കിക്കാണുകയാണ്. മുന്നണി സംവിധാനം ഇപ്പോൾ UDF സംവിധാനം ആയതുകൊണ്ട് തന്നെ 16-ാം വാർഡിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും നല്ലൊരു സ്ക്വാഡ് വർക്കാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് നിലവിൽ. അപ്പോൾ അതുകൊണ്ട് തന്നെ 100% വിജയം ഉറപ്പിച്ചിട്ടുള്ള ഒരു പ്രവർത്തനം തന്നെയാണ് ഇപ്പോൾ UDF മുന്നണി സംവിധാനം ഉള്ളതുകൊണ്ട് നമുക്ക് മുന്നിൽ കാണുന്നത്. 16-ാം വാർഡിലെ UDF സ്ഥാനാർത്ഥി അക്ബർ വരിക്കോട്ടിൽ ഇപ്പോൾ നമ്മോട് കൂടിയുണ്ട്. അദ്ദേഹത്തോട് നമുക്ക് ചോദിക്കാം. സ്വാഗതം. അവസാന ഘട്ടത്തിലേക്ക് എത്തി തുടങ്ങി. ഇനി എണ്ണപ്പെട്ട ദിവസങ്ങൾ മാത്രമാണ് നമ്മുടെ മുന്നിലുള്ളത്. ഇവിടെ എത്തി അന്തിമഘട്ടത്തിലെത്തിയോ? 100% വിജയപ്രതീക്ഷയുണ്ടോ? 100% വിജയപ്രതീക്ഷയിലാണുള്ളത്. പ്രചരണത്തിന്റെ അവസാന ഘട്ടത്തിലാണ്. ഇനി ഏകദേശം ഒരാഴ്ച മാത്രമേ നമ്മൾ മുന്നിലുള്ളൂ. തീർച്ചയായിട്ടും വലിയ രീതിയിലുള്ള വിജയപ്രതീക്ഷയിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. നമ്മുടെ യൂത്ത് MSF-ന്റെയും KSUവിന്റെയും അതുപോലെ യൂത്ത് കോൺഗ്രസ് യൂത്ത് ലീഗിന്റെയും പ്രവർത്തകരൊക്കെ വാർഡിൽ ഓരോ വീടുകളിലും കയറിക്കൊണ്ട് വോട്ട് അഭ്യർത്ഥിച്ചുകൊണ്ടിരിക്കുന്നത്. 100% വിജയപ്രതീക്ഷയിലാണുള്ളത്. തെന്നല പഞ്ചായത്ത് 16-ാം വാർഡിൽ നിന്നും ക്യാമറമാൻ ഷുഹൈബിനോടൊപ്പം ഷബീബ് മാലുഫ്, തെന്നല ലൈവ് ന്യൂസ്. കോവിഡ് അപ്ഡേറ്റ്സ്. തെന്നല പഞ്ചായത്തിൽ നിന്ന് ഒരാൾക്ക് കൂടി കോവിഡ് സ്ഥിരീകരിച്ചു. ന്യൂസ് ഡെസ്ക്, തെന്നല ലൈവ് ന്യൂസ്. ഈ വാർത്താ ബുള്ളറ്റിനോട് അവസാനിക്കുന്നു. നന്ദി, നമസ്കാരം.